സ്വാഗതം. 2025 നമ്മുടെ എനർജി, നമുക്ക് പ്രധാന സ്ട്രെങ്ത്, വീക്ക്നെസ്, ത്രെറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു സ്വോട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. സ്ട്രെങ്ത് എന്തായിരിക്കും ആദ്യം നോക്കാം. എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. എംപ്രസ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. എല്ലാ തരത്തിലും അബണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം മാത്രമല്ല, നമ്മുടെ സംസ്കാരമനുസരിച്ച് പറഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങളും എന്ന് പറയും. അറിവ്, ആരോഗ്യം, സന്തോഷം, സ്നേഹം, സമാധാനം, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് എനർജി നമുക്ക് പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വളരെ നല്ല തുടക്കമാണ്. എല്ലാവർക്കും എംപ്രസ് എനർജി നല്ല രീതിയിൽ ഉണ്ടായിരിക്കട്ടെ. അടുത്തത് വീക്ക്നെസ് എന്തായിരിക്കും എന്ന് നോക്കാം. ഫൈവ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ വിന്നിങ് അറ്റ് എനി കോസ്റ്റ്, അതായത് എന്ത് വന്നാലും, എന്ത് മാർഗം ഉപയോഗിച്ചാലും, നേരായതാവാം തെറ്റായതാവാം, എങ്ങനെയായാലും വിജയിച്ചാൽ മതി, ലക്ഷ്യം മാത്രം നന്നായാൽ മതി, മാർഗം വേണ്ട, അങ്ങനൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ വീക്ക്നെസ് എന്നാണ് പറയുന്നത്. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മാർഗവും ശരിയായിരിക്കണം. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, പക്ഷേ വിജയത്തിൻ്റെ യഥാർത്ഥ സൗരഭ്യം ആസ്വദിക്കണമെങ്കിൽ നേരായ മാർഗത്തിലൂടെ വിജയം നേടണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ എനർജി, വളരെ ക്വിക്ക് ആക്ഷനുള്ള എനർജിയാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് 2025. അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. ചിന്തിച്ച് നിന്ന് ബുദ്ധിപൂർവ്വം. സ്വോർഡ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ സൈനാണ്. കൂടുതൽ ഇൻ്റലിജൻസ്, പ്രായോഗികത, പ്രാക്ടിക്കാലിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്ഷനാണ്. വളരെ പെട്ടെന്നുള്ള ആക്ഷനാണ്, ഫാസ്റ്റായിട്ടുള്ള ആക്ഷനാണ്, ഫോക്കസ്ഡ് ആക്ഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷൻ, വിജയത്തിലേക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള അവസരങ്ങൾ 2025 ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ത്രെറ്റ്സ്, കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആവശ്യമായി വരും. നമുക്ക് അബണ്ടൻസ് ലഭിക്കുന്നുണ്ട്. അബണ്ടൻസിൽ നമ്മൾ മതിമറന്ന് പോയി തെറ്റായ മാർഗത്തിൽ കൂടി ചലിക്കാനുള്ള ചിന്ത ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വിക്ക് ആക്ഷൻ എടുക്കണം. അതേസമയത്ത് നിങ്ങൾക്കുള്ള ത്രെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ കൺട്രോൾ നിങ്ങൾ വിടരുത്. വൈകാരികമായ ഒരു എടുത്തുചാട്ടങ്ങൾ അരുത് എന്നാണ് പറയുന്നത്. വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കാതെ നമ്മൾ വികാരങ്ങളെ നിയന്ത്രിച്ച് നൈറ്റ് ഓഫ് സ്വോർഡ്സിൻ്റെ പോലെ ഫോക്കസ്ഡ് ആക്ഷൻ എടുത്ത് ഫൈവ് ഓഫ് സ്വോർഡ്സിൻ്റെ ടെംപ്റ്റേഷന് കീഴ്പ്പെടാതെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ എംപ്രസ് എനർജി അഥവാ അബണ്ടൻസിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും. നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു.